നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കഫ്താൻ കുർത്തി കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് 2.5 മീറ്റർ തുണിയുണ്ട്. ഇത് 4ആയിട്ട് മടക്കിയിട്ടിരിക്കുന്നതാണ്. ഇത് ഫോൾഡ് ഭാഗം, ഇത് ഓപ്പൺ സൈഡ്. 4ആയിട്ട് ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ ഷോൾഡർ ഒന്നും മാർക്ക് ചെയ്യുന്നില്ല, കഫ്താൻ ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് നമ്മൾ ആം ഹോളാണ് മാർക്ക് ചെയ്യുന്നത്. ആം ഹോൾ ഒരു 7 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് അളവ് 35 ഇഞ്ച് ചെസ്റ്റ് അളവുള്ളൊരു കുർത്തിയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ 35ൻ്റെ കൂടെ അപ്പർ ചെസ്റ്റാണ് 35, അതിൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് കൂടെ കൂട്ടി 39 ഇഞ്ച്, അര ഇഞ്ച് ലൂസും കൂടെ കൂട്ടി 39ൻ്റെ 4/1, 9.25. ആ 9.25 മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടുന്ന് ഒരു 7 ഇഞ്ച് വേസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് നമുക്ക് വരുന്നത് 7.5 ഇഞ്ചാണ്. 7.5 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസ്, 8.5 ഇഞ്ച്. 8.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫുൾ ലെങ്ത് 45 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. 1.5 ഇഞ്ച് കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ 45 ഇഞ്ച്. നമുക്ക് ബാക്കി ഫോൾഡ് ചെയ്ത് തയ്ക്കാം. ഇവിടെ നമ്മൾ സ്ലിറ്റ് ഇടുന്നുണ്ട്. സ്ലിറ്റിന് വേണ്ടി ഒരു 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടുന്ന് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ഇത് ഇങ്ങനെ ഒന്ന് ഈ ലൈനിൽ നിന്ന് ഈ വേസ്റ്റിൻ്റെ ഈ ലൈനിലോട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 3 ഇഞ്ച്. ആ 3 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 7 ഇഞ്ച് ലെങ്ത്, അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു വി ഷേപ്പിൽ വരച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ ഹാഫ് എടുത്തിട്ട് ഈ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിൽ നിന്ന് 1 ഇഞ്ച് ഒന്ന് മാറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് വരുന്നത്. ഇനി നമുക്കിതൊന്ന് നേരെ ഇട്ട് കൊടുക്കാം. ഇവിടുന്ന് ഒരു 4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇതാണ് ബാക്ക് നെക്ക്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യാൻ നേരത്ത് ഞാൻ ഇതുപോലൊരു പേപ്പർ ക്യാൻവാസ് അടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മാറിപ്പോകാതിരിക്കാൻ ഒരു പിൻ കുത്തി കൊടുക്കാം.
ഇനി ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി എല്ലാ ഭാഗവും ഒന്ന് 1 ഇഞ്ച് വീതം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് നെക്കിന്റെ ഈ പീസ് ഒന്ന് ഈ തുണിയിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് 1/4 ഇഞ്ചിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലെ നല്ല നേരെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നെക്കിന്റെ ഈ പീസ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. കറക്റ്റ് അളവിലൊന്ന് വെച്ച് കൊടുക്കാം. കറക്റ്റ് അളവിൽ വെച്ച് കൊടുത്തിട്ട് ഈ 1/4 ഇഞ്ചിൽ നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം. നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അകത്തോട്ടിട്ട് ഒന്ന് ഹെമ്മിങ് ചെയ്തെടുക്കണം. ഇനി ഇവിടുന്ന് ഈ ഷോൾഡറിൽ നിന്ന് 14 ഇഞ്ച് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് ഇവിടെ നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ ഇട്ട് കൊടുക്കാം. സ്ട്രേറ്റ് ലൈൻ കൊടുക്കാം. അതുപോലെ തന്നെ ഈ സൈഡിലും ഒരു 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കും. ഇവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കാം. 2 ഇഞ്ച് വീതിയിലും 17 ഇഞ്ച് നീളത്തിലും 2 പീസ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് വേസ്റ്റിന് വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ്, നാട ഇട്ട് കൊടുക്കാൻ വേണ്ടി. രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ സൈഡ് ഒന്ന് തയ്ച്ചു കൊടുക്കാം. 1/4 ഇഞ്ച് വീതിയിൽ 2 സൈഡും ഒന്ന് തയ്ച്ചു കൊടുക്കാം. നമുക്ക് ഈ കെട്ടിടാൻ വേണ്ടി, നാട ഇടാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ ചെറിയൊരു പീസ് തുണി എടുത്തിട്ടുണ്ട്. അതിലൊരു റൗണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇതുപോലെ ഈ സെന്ററിൽ വെച്ച് കൊടുത്തിട്ട് ഈ റൗണ്ടിൽ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഈ റൗണ്ട് മാർക്ക് ചെയ്തതുപോലെ ഇതുപോലെ തന്നെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് ഇത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്ത് അകത്തോട്ടിട്ട് കൊടുക്കാം. നമ്മൾ ഈ പീസ് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ സെന്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്യാം.
ഈ ഒരു പീസ് അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ സൈഡ് ഒന്ന് തയ്ച്ചു കൊടുക്കാം. നാട ഇടാനുള്ള പീസ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗം ഈ മാർക്കിങ്ങിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ മാർക്കിംഗ് ഒന്ന് നന്നായിട്ട് വരച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഇവിടം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ സൈഡും ഇതുപോലെ ഈ എൻഡിൽ നിന്ന് ഈ എൻഡ് വരെ. അതിനുശേഷം ഇവിടെ ആദ്യം ഒന്ന് ഹാഫ് ഇഞ്ചിൽ മടക്കുക. വീണ്ടും ഒന്നും കൂടെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സൈഡും. ഈ നാട ഒന്ന് ഇട്ട് കൊടുക്കാം. കഫ്താൻ കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.